ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണെന്ന് അറിയാമോ? പെൻസിലിനാണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ പേപ്പട്ടി വിഷത്തിന് എതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്ററാണ്. ലൂയി പാസ്റ്ററാണ്. അതായത് റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്ററാണ്. നമ്മൾ വളർത്തുനായ്ക്കളെ വളർത്തുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. വളർത്തുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ നല്ല കാര്യമാണ്. വളർത്തുനായ്ക്കളല്ല, തെരുവ് നായകളായാൽ പോലും ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളർത്തുനായയോ അല്ലെങ്കിൽ തെരുവ് നായയോ അല്ലെങ്കിൽ വളർത്തു പൂച്ചയോ ഇവയുടെയൊക്കെ കടിയേറ്റാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലിലെത്തുക കേട്ടോ. ഹോസ്പിറ്റലിലെത്തി വൈദ്യസഹായം തേടുക കേട്ടോ. കഴിവതും ഇവയുടെ കടിയേൽക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൂച്ചയുടെ ആയാലും പട്ടിയുടെ ആയാലും നഖം കൊണ്ട് പോറിയാൽ പോലും അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് കരുതി വളർത്തുനായ്ക്കൾക്കോ അല്ലെങ്കിൽ തെരുവുനായ്ക്കൾക്കോ ഭക്ഷണം കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനും തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. തെരുവുനായ്ക്കളൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ അവയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവയുടെ കടിയേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പക്ഷേ അവയുടെ കടിയേൽക്കുകയോ അല്ലെങ്കിൽ നഖം കൊണ്ട് മുറിയുകയോ അവയുടെ നഖമോ നമ്മുടെ ശരീരത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിലെത്തി വൈദ്യസഹായം തേടുക.